ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എ സി വൈൻഡിങ്ങുകൾ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഇൻഡക്ഷൻ മെഷീനുകളിലും അതുപോലെ തന്നെ സിങ്ക്രണസ് മെഷീനിലൊക്കെ ഉപയോഗിക്കുന്ന വൈൻഡിങ്ങുകൾ എങ്ങനത്തെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വൈൻഡിങ്ങുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു സ്ലോട്ടിൽ ഒരു വൈൻഡിങ് അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ എണ്ണം തിട്ടപ്പെടുത്തൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മളൊരു മോട്ടോർ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വൈൻഡിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാകണം. എന്താണ് വൈൻഡിങ്, എങ്ങനെയായിരിക്കണം, അതിനുള്ളിൽ ഓരോ നമ്പറുകളുണ്ട്, പ്രധാനപ്പെട്ട ഓരോ നമ്പറുകൾ, അതൊക്കെ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ഡിസ്കഷനാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മുഴുവനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, എ സി വൈൻഡിങ്ങുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടേമുകളാണ്. ഒരുപാട് ടേമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓരോന്നിനും നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് പറയും. അപ്പോൾ കോയിൽ, ടേൺ, ആക്റ്റീവ് സൈഡ് ഓഫ് എ കോയിൽ, ഇനാക്റ്റീവ് സൈഡ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചിത്രങ്ങളിലൂടെ ഓരോ പേരിനനുസരിച്ച് എന്താണ് ഇതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ടേൺസ് സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കതൊരു കോയിലാവുക. അതായത് ഒരു ചുറ്റ് അല്ല, ഒന്നിലധികം ചുറ്റുകൾ, എത്രയാണെങ്കിലും ഒന്നിലധികം ചുറ്റുകൾ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെക്കുന്നതിനെയാണ് നമ്മളൊരു കോയിൽ എന്ന് പറയുക. കോയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡക്ടർ കോയിൽ നമ്മളൊരു പച്ചിരുമ്പിൻ്റെ ചുറ്റും ഒരു സാധാരണ ഒരു ചെമ്പ് കമ്പി ചുറ്റി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരുപാട് ചുറ്റുകളുള്ള ഒരു സാധനമാണ് നമുക്കവിടെ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോയിൽ എന്ന് പറയുന്നത്. ഇനി ടേൺ എന്നുള്ളത് ആ ചുറ്റുകളെയാണ്, എത്ര സർക്കിൾ അല്ലെങ്കിൽ എത്ര വട്ടം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ചുറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ എണ്ണത്തെയാണ് ടേൺ എന്ന് വിളിക്കുന്നത്. ഇനി ടേണിനൊരു പ്രത്യേകതയുണ്ട്. ടേണിൻ്റെ 2 സൈഡിലായിട്ടായിരിക്കും നമ്മളിപ്പോൾ ഈ ഒരു കോയിൽ ഉണ്ടാക്കിയിട്ട് ആ കോയിലിൽ വൈദ്യുതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 5 ടേണുള്ളൊരു കോയിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1, 2, 3, 4 അങ്ങനെ 5 ടേണിന് 5 അക്കം വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ടേണിൽ ഒരു ധ്രുവമായിട്ടും, അതായത് നമ്മൾ ഈ ഇതിൽ വൈദ്യുതിയെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ടേണിനകത്ത് ഒരു ധ്രുവവും 5ാമത്തെ ടേണിനടുത്ത് മറ്റൊരു ധ്രുവവും, അതായത് എതിർ ധ്രുവവും ഉണ്ടായിട്ടുണ്ടാവും. അതായത് നോർത്ത്, സൗത്ത് എന്നീ ധ്രുവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഒരു പെർമനൻറ്റ് മാഗ്നറ്റിനെ പോലെ ആവാൻ കഴിയുന്ന പെർമനൻറ്റ് മാഗ്നറ്റിനെ പോലെ, അല്ലെങ്കിൽ ഒരു കാന്തിക വലയം ഉണ്ടാക്കാനായിട്ട് ഈ ടേണുകൾക്ക് സാധിക്കും. അപ്പോൾ ഇൻഡക്ടറിൻ്റെ പ്രത്യേകതയാണിത്. ടേണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, കാന്തിക മണ്ഡലം അല്ലെങ്കിൽ കാന്തിക വലയങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കാന്തിക വലയത്തിൻ്റെ ദിശ പറയുന്നത്, ഇപ്പോൾ നോർത്താണോ സൗത്താണോ, പോളാണോ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ വരുന്നത് എന്നുള്ളത് പറയേണ്ടത് ഏത് ഡയറക്ഷനിലാണ് നമ്മൾ കറണ്ട് കടത്തി വിടുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഇനി ആക്റ്റീവ് സൈഡും ഇനാക്റ്റീവ് സൈഡും. സ്ലോട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഒരു ആർമേച്ചർ ആണെങ്കിലും സ്റ്റേറ്റർ ആണെങ്കിലും എന്ത് സംഗതി ആണെങ്കിലും നമ്മൾ വൈൻഡിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്ലോട്ട് ഉണ്ടാവും. അതായത് ഇതിനായിട്ട് മാത്രമായിട്ട് നമ്മൾ ആ ആർമേച്ചറിൽ ചുറ്റിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ വെട്ടിയെടുത്തിട്ടുള്ള സ്ഥലം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സ്ലോട്ട് എന്ന് പറയുക. അപ്പോൾ ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗത്തെയാണ് നമ്മൾ ആക്റ്റീവ് സൈഡ് എന്ന് വിളിക്കുക. അല്ലാത്ത കോയിലിൻ്റെ ബാക്കി വശങ്ങളെയൊക്കെ നമ്മൾ ഇനാക്റ്റീവ് സൈഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ കോയിൽ എന്താണെന്നുള്ളത്, അതിലൂടെ ടേൺ എന്താണെന്നുള്ളത് ഒക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള പേരുകൾക്കുള്ള ഡെഫിനിഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ചിത്രം, ഇപ്പോൾ കോയിൽ എന്നുള്ളത് എന്താണെന്നുള്ളതുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു കോയിൽ സ്പാൻ എന്നുള്ള ഇത്ര അകലത്തിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് സൈഡുകളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇനാക്റ്റീവ് സൈഡുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോലെ ലീഡ്സ്, അതായത് ഓരോ കോയിലിൽ നിന്ന് പുറത്ത് വരുന്ന കണക്ട് ചെയ്യാനുള്ള ലീഡുകളായിട്ടാണ് പറയുന്നത്. അത് നമുക്ക് അടുത്തതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. ഇനി ലീഡ് എന്താണെന്നുള്ളത്, ഒരു കോയിലിൻ്റെ ലീഡ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ends ഓഫ് എ കോയിൽ വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ കണക്ഷൻ. ആ കോയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇപ്പോൾ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 എൻഡുകളാണ് ലീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലീഡുകൾ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ച പോലെ സിമ്മട്രിക്കലായിട്ട് വരാം. സിമ്മട്രിക്കലായിട്ട് പറഞ്ഞാൽ ഒരേപോലെ, അതായത്
നമുക്ക് നോക്കിയാൽ കഴിഞ്ഞാൽ ഒരേപോലെ തോന്നിക്കുന്ന വിധത്തിൽ വരാം, ചിലപ്പോൾ അസിമെട്രിക്കലായിട്ട് വരാം. അത് നമ്മൾ ഉണ്ടാക്കുന്ന മെഷീനനുസരിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഉൽപ്പാദകനനുസരിച്ചിട്ടൊക്കെ അത് മാറുന്നുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ടും നോക്കാനുള്ളത് ജമ്പേഴ്സ് എന്നുള്ളൊരു പേരും കൂടി ഈ ലീഡ്സിന് നമ്മൾ വിളിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഇനി പോൾ പിച്ച് എന്നുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ദി ടു അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് പോൾസ് ഈസ് കോൾഡ് ആസ് ദി പോൾ പിച്ച്. അപ്പോൾ പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോയിൽ കണ്ടു കഴിഞ്ഞാൽ ഈ കോയിലൊരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോയിലിൽ ഉണ്ടാവുന്ന നോർത്ത് പോളും സൗത്ത് പോളും അല്ലെങ്കിൽ ഒരു കോയിൽ അല്ലെങ്കിൽ അഡ്ജസൻറ്റ് കോയിലുകളായാലും വേണ്ടില്ല, അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഓപ്പോസിറ്റ് പോൾസിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ പോൾ പിച്ച് എന്ന് പറയാം. അപ്പോൾ സ്ലോട്ട്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പോൾ പിച്ച് അളക്കുന്നത്. സ്ലോട്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആർമേച്ചർ ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റർ ആണെന്നുണ്ടെങ്കിലും വൈൻഡിങ്ങുകളെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിൽ കുഴികളുണ്ടാവും, സ്ലോട്ടുകളുണ്ടാവും. അപ്പോൾ ആ സ്ലോട്ടിലായിരിക്കും വൈൻഡിങ് വെക്കുന്നത്. അപ്പോൾ സ്ലോട്ടുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഈ എന്ത് ചെയ്യുക പോൾ പിച്ച് മെഷർ ചെയ്യുക. അപ്പോൾ സ്റ്റേറ്ററിലാണെന്നുണ്ടെങ്കിൽ എത്ര സ്ലോട്ട്സുകൾ ഇതിലുണ്ടെന്ന് നോക്കും. അതിനെ നമ്പർ ഓഫ് പോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോൾ അവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സ്റ്റേറ്ററിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ റൗണ്ടിലുള്ള കാണുന്ന കൃത്യമായിട്ടുള്ള എണ്ണമായിരിക്കും. ഇപ്പോൾ 28 സ്ലോട്ടുകളുടെ എണ്ണമെങ്കിൽ 28 സ്ലോട്ടുകൾ ഉണ്ട് വെച്ചാൽ 4 പോളാണ് ഈ ഒരു ഇതിൽ വരുന്നത് വെച്ചാൽ ഒരു പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും തമ്മിലുള്ള അകലാണ്. അപ്പോൾ അത് എത്ര കിട്ടുക, 7 എന്നാണ് കിട്ടുക. അതായത് ഒരു സ്ലോട്ടിൽ നോർത്ത് പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത അതിന് 7ാമത്തെ സ്ലോട്ടിലായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള 7ാമത്തെ സ്ലോട്ടിലായിരിക്കും എന്തുണ്ടാവുക, സൗത്ത് പോൾ ഉണ്ടാവുക. അതാണ് ഈ ഒരു എണ്ണം സൂചിപ്പിക്കുന്നത്. പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ദ സ്റ്റേറ്ററിനകത്ത് എത്ര സ്ലോട്ടുകളുണ്ടോ അതിന് എന്തുകൊണ്ട് ഹരിക്കുന്നതാണ്, നമ്പർ ഓഫ് പോൾസ് കൊണ്ട്, എത്ര പോളുള്ള മെഷീനാണ് എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പോൾ പിച്ച് കിട്ടുന്നത്. പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓപ്പോസിറ്റ് പോളുകൾ തമ്മിലുള്ള, അതായത് അടുത്തടുത്തിരിക്കുന്ന ഓപ്പോസിറ്റ് പോളുകൾ തമ്മിലുള്ള ദൂരമാണ് പോൾ പിച്ച്. ഇനി അടുത്തത് കോയിൽ പിച്ച് അല്ലെങ്കിൽ സ്പാൻ, കോയിൽ പിച്ച് ഓർ കോയിൽ സ്പാൻ, അതുപോലെ തന്നെ കോയിൽ ത്രോ. ഈ 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇപ്പോൾ കോയിൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആക്റ്റീവ് സൈഡ്സ് ഓഫ് ദ കോയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ കോയിൽ സ്പാൻ എന്നുള്ളത്. ഒരു കോയിലിൻ്റെ ആക്റ്റീവ് സൈഡുകൾ ഏതൊക്കെയാണോ ഒറ്റ കോയിലിൻ്റെയാണ്, ആ കോയിലിൻ്റെ ആക്റ്റീവ് സൈഡുകൾ തമ്മിലുള്ള അകലമാണ് നമ്മൾ കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് സൈഡുകളുടെ എണ്ണം ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. 1ാമത്തെ സ്ലോട്ടിലും 2, 3, 4, 5ാമത്തെ സ്ലോട്ടിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കോയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്താണ്, ആദ്യത്തെ സ്ലോട്ടിനകത്ത്, ആദ്യത്തെയും 5ാമത്തെയും സ്ലോട്ടിനകത്താണ് ഈ കോയിലിൻ്റെ ആക്റ്റീവ് സൈഡുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്ര സ്ലോട്ട് എത്രാമത്തെ സ്ലോട്ടിലാണ് നമ്മൾ ഫസ്റ്റ് ഇത് വെച്ചിട്ട് എത്രാമത്തെ സ്ലോട്ടിലാണ് അടുത്ത കോയിലിൻ്റെ മീൻസ് ഈ കോയിലിൻ്റെ എന്ത് വെക്കുന്നത്, ആക്റ്റീവ് എൻഡ് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്, 1, 2, 3, 4, 4ാമത്തെ സ്ലോട്ടിൽ, നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന 4ാമത്തെ സ്ലോട്ടിൽ. അപ്പം 4 എന്നുള്ളതാണ് കോയിൽ സ്പാനായിട്ട് വരുന്നത്. അതായത് കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്രയേ ഉള്ളൂ, ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് സ്ലോട്ട്സ്, എത്രയാണ് ഏതൊക്കെ സ്ലോട്ടുകളിലാണ് ഇവർ ഇരിക്കുന്നത് എന്നുള്ളത് നോക്കുക. ആ സ്ലോട്ടുകളുടെ തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയിൽ സ്പാന് അവിടെ കിട്ടുന്നുണ്ട്. ഇനി കോയിൽ ത്രോ എന്താണെന്നുള്ളതും കൂടെ നോക്കാം. കോയിൽ ത്രോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എത്ര എണ്ണം വരുന്നുണ്ട്, അതായത് 1, 2, 3, 4, 5, 1 മുതൽ 5 വരെയാണ് ഈ കോയിലിൻ്റെ വലയം അല്ലെങ്കിൽ കോയിലിൻ്റെ ചുറ്റ് വരുന്നത്. അതിനെയാണ് കോയിൽ ത്രോ എന്ന് പറയുന്നത്. അപ്പോൾ കോയിൽ പിച്ച് ഓർ സ്പാൻ ആൻഡ് കോയിൽ ത്രോ ദാറ്റ് ഈസ് 4 ആണ് വരുന്നത്. കോയിൽ ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 5 ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഫിഗറിൽ കാണിച്ച പോലെ. ഇനി അടുത്തത് പിച്ച് ഫാക്ടർ എന്നുള്ളത്. പിച്ച് ഫാക്ടർ എന്നുള്ളത് ഒരു നമ്മൾ വൈൻഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ വൈൻഡിങ് പിച്ചും പോൾ പിച്ചും. അപ്പോൾ വൈൻഡിങ് പിച്ച് എന്താണെന്നും പോൾ പിച്ച് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. പോൾ പിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്താണ് ഇവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു
രണ്ട് അഡ്ജസൻറ്റ് പോളുകൾക്കിടയിലുള്ള എതിരായിട്ട് വരുന്ന രണ്ട് അഡ്ജസൻറ്റ് പോളുകൾ എതിരായിട്ട് അടുത്തടുത്ത് വരുന്ന രണ്ട് പോളുകൾക്കിടയിലുള്ള ദൂരമാണ് പോൾ പിച്ച്. അപ്പോൾ അത് നമുക്കറിയാം. പക്ഷേ വൈൻഡിങ് പിച്ച് എന്താണെന്നുള്ളത് നോക്കണം. അപ്പോൾ വൈൻഡിങ് പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോയിലിൻ്റെ നമ്മൾ പറഞ്ഞു തന്നെ കോയിൽ പിച്ചിനെയാണ് വൈൻഡിങ് പിച്ച് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പോൾ പിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപോലത്തെ എന്നല്ല, എതിർ ദിശയിൽ വരുന്ന അടുത്തടുത്ത് വരുന്ന രണ്ട് പോളുകളുടെ ദൂരമാണ് പോൾ പിച്ച്. വൈൻഡിങ് പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കോയിൽ സ്പാൻ അല്ലെങ്കിൽ കോയിൽ പിച്ച് തന്നെയാണ്. അപ്പോൾ ഏത് സ്ലോട്ടുകളിൽ നിന്ന് ഏത് സ്ലോട്ടുകളിലേക്കായിരിക്കും ഇത് വരുന്നത് എന്നുള്ളതിൻ്റെയാണ് ആ ഒരു കണക്ക് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വൈൻഡിങ് പിച്ചും പോൾ പിച്ചും ചിലപ്പം ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല. അതായത് വൈൻഡിങ് പിച്ചിൻ്റെയും പോൾ പിച്ചിൻ്റെയും എണ്ണത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ പോൾ പിച്ചും വൈൻഡിങ് പിച്ചും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫുൾ പിച്ച്ഡ് വൈൻഡിങ് എന്നും, പോൾ പിച്ചിനേക്കാളും കുറവാണ് വൈൻഡിങ് പിച്ചെങ്കിൽ അവിടെ നമ്മൾ ഫ്രാക്ഷണൽ പിച്ച് വൈൻഡിങ് എന്ന് അല്ലെങ്കിൽ ഷോർട്ട് പിച്ച് വൈൻഡിങ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ വൈൻഡിങ് പിച്ച് 4ഉം അതുപോലെ തന്നെ കോയിൽ ത്രോ 1 മുതൽ 5 വരെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്ലോട്ടിൽ വെച്ചിട്ട് പിന്നെ അടുത്ത് വയ്ക്കുന്നത് 5ാമത്തെ സ്ലോട്ടിലാണ്. ആ ഒരു രീതിയിലാണ് എന്ത് വരിക, വൈൻഡിങ് പിച്ച് വരുന്നത്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കോയിൽ സ്പാൻ പറയുന്നു. ഒന്നാമത്തെ സ്ലോട്ടിൽ വന്നു, അതിനുശേഷം പിന്നെ കാണുന്നത് 5ാമത്തെ സ്ലോട്ടിലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ 5 - 1 എന്നുള്ള 4 മനസ്സിലായി. അപ്പോൾ വൈൻഡിങ് പിച്ച് 4 അല്ലെങ്കിൽ കോയിൽ സ്പാൻ 4 എന്നുണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് വൈൻഡിങ്ങുകളെ പ്ലേസ് ചെയ്യേണ്ടത് 1, 5 എന്നീ ഗ്യാപ്പുകളിലായിട്ടാണ് വരിക. അപ്പോൾ വൈൻഡിങ് പിച്ചിൻ്റെയും അതായത് കോയിൽ സ്പാൻ്റെയും പോൾ പിച്ചിൻ്റെയും റേഷ്യോ എടുക്കുന്നതിനെയാണ് പിച്ച് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സമവാക്യമാണ് എഴുതിയുള്ളത്. പിച്ച് ഫാക്ടർ സമം വൈൻഡിങ് പിച്ച് ഹരിക്കണം പോൾ പിച്ച് എന്നുള്ളത്. ഇനി അടുത്ത പോലെ തന്നെ ഷോർട്ട് പിച്ച് വൈൻഡിങ്ങുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാ വെച്ചാൽ വേരിയബിൾ സ്പീഡ് മോട്ടോഴ്സിലാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്, വൈൻഡിങ്ങിന് കുറച്ച് കോപ്പർ മതി, അതുപോലെ തന്നെ കോപ്പർ ലോസ് കുറവായിരിക്കും, എഫിഷ്യൻസി കൂടുതൽ വരും. കാരണം ലോസ് കുറവായതുകൊണ്ട് എഫിഷ്യൻസി കൂടുതൽ വരും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പേസ് മാത്രം വൈൻഡിങ്ങിന് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ആൾട്ടർനേറ്റർ ദ വൈൻഡിങ് പ്രൊഡ്യൂസസ് യൂണിഫോം സൈൻ. അപ്പോൾ ഇതുപോലെയുള്ള വൈൻഡിങ് സെറ്റപ്പ് കൊണ്ട് നമ്മളൊരു ആൾട്ടർനേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്കൊരു സൈൻ വേവ്, ഏകദേശം പ്യുവർ സൈൻ വേവ് വരും, യൂണിഫോം സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇനി കോയിൽ ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം പോൾ പിച്ച്, വൈൻഡിങ് പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പിച്ച് ഫാക്ടർ പറഞ്ഞു. ഇവർക്ക് തമ്മിൽ വൈൻഡിങ് പിച്ചിനെയും അതുപോലെ തന്നെ പോൾ പിച്ചിനെയും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അവരുടെ അനുപാതത്തെയാണ് നമ്മൾ പിച്ച് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് കോയിൽ ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ വൈൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോയിലുകളെ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ കോയിലുകളെ ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്ര എണ്ണം കോയിലുകൾ ഒരു പോളിനകത്ത്, ഇത്ര പോളിനകത്ത്, ഇത്ര പിച്ച് സ്ലോട്ടിനകത്ത്, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ കോയിലിൻ്റെ എണ്ണത്തെ നമ്മൾ കൃത്യമായിട്ട് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കോയിൽ ഗ്രൂപ്പ്, എങ്ങനെയാണ് കോയിലുകളെ ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോയിൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് ആണ്. നമ്പർ ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് കോയിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് ആണ്. ഫേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എത്രത്തോളം ഇതിനകത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേസിൽ എത്ര ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സ്ലോട്ടിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരുന്നതിനെയാണ് പെർ ഫേസ് എന്ന് പറയും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫേസ് ചെയ്താൽ ഒരു ഫേസിൽ എത്ര കോയിൽ ഉണ്ടെന്നുള്ളത് കിട്ടും. അപ്പോൾ ആ ഒരു ഫേസിൽ എത്ര കോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര പോളിലുണ്ടെന്ന് നോക്കുന്നതിനാണ് കോയിൽ ഗ്രൂപ്പ് പെർ ഫേസ് പെർ പോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസിനെ
നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് എന്നുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് കോയിൽസ് ഇൻ എ ഗ്രൂപ്പ് പെർ ഫേസ് പെർ പോൾ എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഫേസസ് ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് കോയിൽസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് ഫേസ് ഇൻറ്റു നമ്പർ ഓഫ് പോൾസ് എന്നുള്ളത്. അപ്പോൾ എത്ര ഒരു സ്ലോട്ടിനകത്ത് എത്ര കോയിലുകൾ സെറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിൻ്റെ നമ്പറിനെയാണ് കോയിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോയിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം എത്ര കോയിലുകൾ ഉണ്ട് എന്നുള്ളതിനോട് ഹരിച്ചു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ് പെർ ഫേസ് പെർ പോൾ എന്നുള്ള കണക്ഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇനി അടുത്തത് പറയാനുള്ളത് കോയിൽ കണക്ഷനും പോൾ കണക്ഷനുമാണ്. കോയിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് വിച്ച് ജോയിൻസ് കോയിൽ ലീഡ്സ് ഓഫ് വൺ കോയിൽ ടു ദി അതർ കോയിൽ ലീഡ് ഓഫ് ദ സെയിം കോയിൽ ഗ്രൂപ്പ് ഈസ് കോൾഡ് കോയിൽ. ഒരേ ഗ്രൂപ്പിൽ വരുന്ന കോയിലുകളുടെ കണക്ഷനെയാണ് കോയിൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരേ ഗ്രൂപ്പ് കോയിലുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റേറ്ററിൽ വരുന്ന വൈൻഡിങ്ങുകളാണ് വിചാരിക്കുക. അപ്പോൾ സ്റ്റേറ്ററിൽ മാത്രം വരുന്ന വൈൻഡിങ്ങുകളുടെ ഒരു സെറ്റ് കണക്ഷനെയാണ് നമ്മൾ കോയിൽ കണക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരേ ഗണത്തിൽ വരുന്ന അല്ലെങ്കിൽ ഒരേ ടൈപ്പിൽ വരുന്ന കോയിലുകളെ കണക്ട് ചെയ്യുന്നതിനാണ് കോയിൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി പോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിച്ച് ജോയിൻസ് എ കോയിൽ ഗ്രൂപ്പ് ഓഫ് വൺ ഫേസ് ടു അനദർ കോയിൽ ഗ്രൂപ്പ് ഓഫ് സെയിം ഫേസ്. ഒരു ഫേസിനകത്ത് തന്നെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോയിൽ കണക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ പോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് വ്യത്യസ്ത ഫേസുകളിലുള്ള ഒരേ ടൈപ്പ് വൈൻഡിങ്ങുകളെ കണക്ട് ചെയ്യുന്നതിനെയാണ് പോൾ കണക്ഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് കണക്ഷൻ എന്നും കൂടെ പറയും. അതിൻ്റെ കണക്റ്റിംഗ് ഡയഗ്രാമാണ് നമ്മൾ അവിടെ കാണിച്ചിട്ടുള്ളത്. പോൾ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കുക എന്താ ചെയ്തിട്ടുള്ളത്, ഈ രണ്ട് സെറ്റ് വൈൻഡിങ്ങുകൾ അപ്പുറം ഇപ്പുറം ഉള്ളതാണ്, അവരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് പോൾ കണക്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ കോയിൽ കണക്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ്, ഒരേ സെറ്റ് വൈൻഡിങ്ങുകളിൽ കുറച്ച് 2, 3, 4 കോയിലുകൾ ഉണ്ടെങ്കിൽ ആ കോയിലുകളെ ഒറ്റ വൈൻഡിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് കോയിൽ കണക്ഷൻ ചെയ്യുന്നത്. ഇനി വോൾ കോയിൽ വൈൻഡിങ്ങും ഹാഫ് കോയിൽ വൈൻഡിങ്ങും, അതായത് നമ്മൾ വൈൻഡ് ചെയ്യുന്നതിൻ്റെ രീതികളാണ് ഇനി പറയുന്നത്. ഏത് ടൈപ്പിൽ നമുക്ക് വൈൻഡ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ഉദ്ദേശിച്ച പോലെ മോട്ടർ അല്ലെങ്കിൽ ജനറേറ്റർ ഫോം ചെയ്യാൻ പറ്റുകയെന്നുള്ളത്. അപ്പോൾ വോൾ കോയിൽ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ് പെർ ഫേസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോൾസ് ഇൻ ദ മെഷീൻ. എത്ര പോൾസ് ആ മെഷീനുണ്ടോ അത്രയും എണ്ണമായിരിക്കും ഒരു സ്ലോട്ടിനകത്ത്, അല്ലെങ്കിൽ ഒരു സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർമേച്ചറിലാണെങ്കിൽ സ്റ്റേറ്ററിലാണെങ്കിൽ ഓരോന്നിനും ഓരോ സ്ലോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്ലോട്ടിനകത്ത് എത്ര കോയിൽസ് വരുന്നുണ്ട്, ആ കോയിൽസിൻ്റെ എണ്ണം എന്തിന് തുല്യമായിരിക്കണം, മെഷീൻ്റെ പോൾസിന് തുല്യമായിരിക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് പോൾസിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കണം. അപ്പോൾ വോൾ കോയിൽ വൈൻഡിങ് ഈസ് വൺ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് കോയിൽ പെർ ഫേസ്, ഒരു ഫേസിൽ എത്ര കോയിൽസ് ഉണ്ടോ അതെന്തിന് ഈക്വലാണ്, നമ്പർ ഓഫ് പോൾസിന് ഈക്വലാണ്. ഇനി ഹാഫ് കോയിൽ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഹാഫ് കോയിൽ വൈൻഡിങ് ഈസ് വൺ വിച്ച് ദ നമ്പർ ഓഫ് കോയിൽ പെർ ഫേസ് ഈസ് ഈക്വൽ ടു ഹാഫ് ദ നമ്പർ ഓഫ് പോൾസ്. നമ്മൾ ഉപയോഗിക്കുന്ന പോൾസിൻ്റെ പകുതി എണ്ണത്തിനാണ് ഈ കോയിൽ വൈൻഡിങ്ങുകൾ, ഒരു ഫേസിലുള്ള കോയിൽ വൈൻഡിങ്ങുകളുടെ ഉത്തരമെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഹാഫ് കോയിൽ വൈൻഡിങ് എന്നുള്ളത്. ഹാഫ് കോയിൽ വൈൻഡിങ്ങുകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സീലിംഗ് ഫാന്, ഡബിൾ സ്പീഡ് മോട്ടോഴ്സ്, അതായത് കൂടുതൽ വേഗത കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിലാണ് അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാഫ് കോയിലിൻ്റെയും ഫുൾ കോയിലിൻ്റെയും ഇവിടെ വൈൻഡിങ്ങിൻ്റെ ആ ചിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അത് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ 4 പോൾ ഉണ്ടെങ്കിൽ 1, 2, 3, 4 പോളുണ്ട്. 4 പോളിനകത്ത് 4 വൈൻഡിങ് സെറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 പോളുള്ളതിൽ 2 വൈൻഡിങ് സെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഹാഫ് കോയിൽ വൈൻഡിങ് എന്നും വോൾ കോയിൽ വൈൻഡിങ് എന്നും പറയുന്നത്. ഇനി സിംഗിൾ ലെയർ വൈൻഡിങ്, ഡബിൾ ലെയർ വൈൻഡിങ് എന്തൊക്കെയാണെന്നുള്ളത്. സിംഗിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതിൻ്റെ ചിത്രം ഇവിടെ ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലോട്ടിൽ ഒരു ലെയർ മാത്രം ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു ലെയർ ചെയ്തിട്ട് മാത്രം ഫില്ല് ചെയ്താൽ മതി. പക്ഷേ ഡബിൾ ലെയർ ആകുമ്പോഴോ ആദ്യം ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മേലെ പേപ്പർ ഇൻസുലേഷൻ വെക്കും, പിന്നെ അതിൻ്റെ മേലെ എന്ത് ചെയ്യും, ഒരു ലെയർ കൂടി വെക്കും. ആ ഒരു സെറ്റപ്പാണ് സിംഗിൾ ലെയറിൽ നിന്ന് ഡബിൾ ലെയറിലേക്ക് മാറുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സിംഗിൾ ലെയർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെയർ വൈൻഡിങ് ഈച്ച് സ്ലോട്ട് കണ്ടെയ്ൻസ് ഓൺലി 1 കോയിൽ സൈഡ്. ഒരു
കോയിൽ സൈഡ് മാത്രമാണ് ഒരു സ്ലോട്ടിൽ ഉണ്ടാവുക. അതിനാണ് സിംഗിൾ ലെയർ എന്ന് വിളിക്കുന്നത്. ഇനി നമ്പർ ഓഫ് കോയിൽസ് ഇൻ ദ മെഷീൻസ് ഈസ് ഈക്വൽ ടു ദി ഹാഫ് ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻ ദി സ്റ്റേറ്റർ ഓർ ആർമേച്ചർ. ഇൻ സിംഗിൾ ലെയർ വൈൻഡിങ് ദ കോയിൽ പിച്ച് ഈസ് യൂഷ്വലി ടേക്കൺ ആസ് ഓഡ് നമ്പർ. കോയിൽ പിച്ച് സിംഗിൾ ലെയർ വൈൻഡിങ്ങിൽ എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും, ഒറ്റയ്ക്ക സംഖ്യ ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മെഷീനിൽ വരുന്ന കോയിൽസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്ലോട്ട്സിൻ്റെ എണ്ണത്തിൻ്റെ പകുതി ആയിരിക്കും വരുന്നത്. കോയിൽസിൽ വരുന്ന നമ്പർ ഓഫ് കോയിൽസ്, അതായത് കോയിൽസ് ഈ എത്ര സ്ലോട്ട് ഉണ്ടോ അതിൻ്റെ പകുതി ആയിരിക്കും. കാരണം എന്താ, ഒരു കോയിലിന് 2 എൻഡ് ഉണ്ട്. ഈ 2 എൻഡുകളിൽ ഒരു എൻഡാണ് ഒരു സ്ലോട്ടിലിടുന്നത്. അപ്പോൾ ഒരു കോയിലിന് 2 സ്ലോട്ട് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ 10 കോയിൽ ഉണ്ടെങ്കിൽ 20 സ്ലോട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് തിരിച്ച് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് കോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്ലോട്ട് ഉണ്ടോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി ഡബിൾ ലെയർ വൈൻഡിങ് എന്നുള്ളത്. ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് വെച്ചാൽ നേരത്തെ ഫിഗർ കാണിച്ചെന്ന പോലെ സിംഗിൾ ലെയറിന് പകരം ഒരു സ്ലോട്ടിൽ 2 എന്തുണ്ടായിരിക്കും, കോയിൽ സൈഡ്സ് ഉണ്ടായിരിക്കും. അതിനെയാണ് ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറയുക. അപ്പോൾ അതിനെ നമ്മൾ മുകളിലും താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഈ ഇതിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോയിൽസ് എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്പർ ഓഫ് കോയിൽസ് നമ്പർ ഓഫ് സ്ലോട്ട്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട്സിൻ്റെ ഡബിൾ ആയിരിക്കും എന്ത് വരിക, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എന്നുള്ളത് വരിക. ഇനി ബാലൻസ്ഡ് വൈൻഡിങ് എന്നും അൺബാലൻസ്ഡ് വൈൻഡിങ് എന്നുള്ള ഒരു സെക്ഷനും കൂടിയാണ് പറയാനുള്ളത്. ബാലൻസ്ഡ് വൈൻഡിങ് എന്ന് വെച്ചാൽ വൈൻഡിങ്ങിൽ ഈവൻ ഗ്രൂപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബാലൻസ്ഡ് വൈൻഡിങ് എന്ന് പറയും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരേ നമ്പർ കോയിൽസ് പെർ ഫേസ് പെർ പോൾ വാല്യൂ ആണെങ്കിൽ, കോയിൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് കോയിൽ പെർ ഫേസ് പെർ പോൾ വൈൻഡിങ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ബാലൻസ്ഡും, ഇത് അൺഈക്വൽ നമ്പർ ഓഫ് കോയിൽസ് പെർ ഫേസ് പെർ പോൾ എന്നാണ് വരുന്നത് വെച്ചാൽ ഒരു ഫേസിൽ ഒരു പോളിൽ വരുന്ന കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം അൺഈക്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് അൺബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ അൺബാലൻസ്ഡ് കേസ് എന്ന് പറഞ്ഞാൽ അൺബാലൻസ്ഡ് കേസിൻ്റെ ഒരു ചെറിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈക്വൽ നമ്പർ ഓഫ് കോയിൽസ് ആയിരിക്കണം ഇൻ ഈച്ച് ഫേസ് വെദർ ദി വൈൻഡിങ് ഇസ് ബാലൻസ്ഡ് ആണോ. ബാലൻസ്ഡ് ആണെങ്കിലും അൺബാലൻസ്ഡ് ആണെങ്കിലും ഇതിൻ്റെ മൊത്തം കോയിൽസിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫേസിൽ ഒരേതായിരിക്കണം. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, അത് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. പക്ഷേ പെർ ഫേസ് പെർ പോൾ നോക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിരിക്കണം. അൺബാലൻസ്ഡ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആവും, ബാലൻസ്ഡ് ആണെങ്കിൽ സെയിം ആവും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. അൺബാലൻസ്ഡ് ആണെങ്കിലും ഗ്രൂപ്പ് ഓഫ് കണക്ഷൻ ബാലൻസ്ഡ് വൈൻഡിങ് ആണെന്നുള്ളത് നോക്കുക. ബാലൻസ്ഡ് വൈൻഡിങ് ഓരോ പോളിൽ എത്രയാണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഓരോ ഫേസിൽ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ABC എന്നുള്ളത് 3 വൈൻഡിങ്ങിനെ കാണിക്കാനാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചുള്ളത്. പിന്നെ അതുതന്നെ ഗ്രൂപ്പ് ഓഫ് ബാലൻസ്ഡ് വൈൻഡിങ്ങിൻ്റെ അൺബാലൻസ്ഡ് വൈൻഡിങ്ങിൻ്റെയാണ് ഈ സെക്കൻഡായിട്ട് വരുന്നത്. ഒരേ ചിത്രം തന്നെ രണ്ടാമത്തെ വട്ടം കാണിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കാൻ മറന്നുപോയത്. ഇവിടെ അൺബാലൻസ്ഡ് വൈൻഡിങ്ങിന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരുപോലെ ആയിരിക്കില്ല കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ബാലൻസ് ഇല്ലാത്ത രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നാലും പെർ ഫേസ് പെർ പോൾ വാല്യൂ ആയിരിക്കും വേറെ ഉണ്ടാവുക. മറ്റേതിൽ പെർ ഫേസ് പെർ പോൾ വാല്യൂ സെയിം ആയിരിക്കും. ഇനി 2 ടൈപ്പ് വൈൻഡിങ്ങുകളാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ആർമേച്ചറിലോ അല്ലെങ്കിൽ സ്റ്റേറ്ററിലോ ഉപയോഗിക്കുന്നത്. അതിനെയാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് എന്നും ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്നും പറയുന്നത്. ഇത് മെയിനായിട്ട് നോക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ വൈൻഡിങ്ങിൻ്റെ സ്ട്രക്ചർ തന്നെയാണ് മാറ്റം വരുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈൻഡിങ് ഒരു രീതിയിൽ ചുറ്റും, അതിന് ശേഷം സെക്കൻഡ് വൈൻഡിങ് ഒരു രീതിയിൽ ചുറ്റും, അതിന് ശേഷം തേർഡ് വൈൻഡിങ് ചുറ്റും. അതായത് 3 ഫേസ് ആയതുകൊണ്ട് 3 വൈൻഡിങ്ങും 3 രീതിയിലാണ് ചുറ്റുന്നത്. അപ്പോൾ 3 രീതിയിൽ ചുറ്റുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് 2 എണ്ണമായിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ 2 എണ്ണമായിട്ട് ചുറ്റുക എന്ന് പറയുമ്പോൾ എന്താണ്, ഓപ്പോസിറ്റ് ആയിട്ട് ചുറ്റുക. ഇനിയിപ്പോൾ 3 എണ്ണമാണെങ്കിൽ 120 ഡിഗ്രി സെപ്പറേഷനിൽ ചുറ്റുക, അങ്ങനെയാണ് വരിക. അപ്പോൾ ഒന്ന് ചുറ്റി കഴിഞ്ഞ് കംപ്ലീറ്റ് ആയതിനു ശേഷം അടുത്ത ചുറ്റുക, ആ ഒരു രീതിയിലാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് വരിക. ഇഫ് ഇൻ എനി വൈൻഡിങ് ദ നമ്പർ ഓഫ് കോയിൽസ് പെർ പോൾ പെർ ഫേസ് ഈസ് 1. ഒരു കോയിൽസ് പെർ പോൾ പെർ ഫേസ്, ഒരു ഫേസിൽ എത്ര കോയിൽസ് ഉണ്ട് എന്നുള്ളത് ആ എണ്ണം 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. ഇൻ ദിസ് വൈൻഡിങ് ഈച്ച് കോയിൽ സൈഡ് ഒക്കുപ്പൈസ് 1 സ്ലോട്ട്. ഒരു കോയിൽ സൈഡിൽ ഒരു സ്ലോട്ട് ഉണ്ടായിരിക്കും, ഒരു സ്ലോട്ടിലായിരിക്കും ഒരു കോയിൽ സൈഡ് ഇരിക്കുന്നുണ്ടാവുക. ആ രീതിക്കാണ് ഈ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് വരിക.
ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു വേവ് ഫോമിലായിരിക്കും വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഇൻ ദിസ് വൈൻഡിങ് നമ്പർ ഓഫ് കോയിൽസ് പെർ പോൾ പെർ ഫേസ് ഈസ് മോർ ദാൻ 1. ഒന്നിൽ കൂടുതലായിരിക്കും പെർ ഫേസ് പെർ പോളിൻ്റെ അളവ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം പോൾ പിച്ച്, ഇൻ ദിസ് കേസ് കോയിൽ ഹാസ് ദ സെയിം പോൾ പിച്ച്, കോയിലിൻ്റെ പോൾ പിച്ച് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. പാർഷ്യലി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ ഇൻ ദിസ് വൈൻഡിങ് ദ കോയിൽ സൈഡ് ഡു നോട്ട് ഒക്കുപ്പൈ ഓൾ ദ സ്ലോട്ട് ബട്ട് ദ സെയിം സ്ലോട്ട്സ് റിമെയിൻ എംപ്റ്റി ആൻഡ് ദേ ആർ കോൾഡ് ഡമ്മി കോയിൽസ്. പാർഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സർക്കുലർ സ്റ്റേറ്ററോ റോട്ടറോ ആണെന്നുണ്ടെങ്കിലും സ്ട്രക്ചർ സർക്കുലർ ആണെന്നുണ്ടെങ്കിലും അതിൽ ഫുള്ള് നമ്മൾ വൈൻഡ് ചെയ്യില്ല, കുറച്ചെണ്ണം മാത്രം വൈൻഡ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്നതാണ് പാർഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ് ചെയ്യുന്നത്. അതിന് നമ്മൾ പാർഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നും ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ലോട്ടിലും ഓരോ കോയിൽ സൈഡ് ഉള്ള പോലെ നമ്മൾ എന്ത് ചെയ്യും വൈൻഡിങ് ചെയ്യും. അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പോൾ ഫേസിൽ എന്താണ് കണ്ടക്ടർ ഓർ കോയിൽ പെർ പോൾ പെർ ഫേസ് എന്നുള്ള വാല്യൂ ഒന്നായിരിക്കും. ആ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ വൈൻഡ് ചെയ്യുമ്പോഴാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.